വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, SNGOU MA അറബിക് സെക്കൻഡ് സെമസ്റ്ററിലെ അപ്രീഷിയേറ്റിംഗ് അറബിക് ഡ്രാമ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് കാണാത്തവർ ആ യൂണിറ്റ് കൂടി കണ്ട ശേഷം രണ്ടാമത്തെ യൂണിറ്റ് കാണാൻ ശ്രമിക്കുക. തതവ്വുറുൽ മസ്റഹിയ്യ ഫിൽ ആലമിൽ അറബി എന്ന ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ യൂണിറ്റ് ബിദായത്തു ഡ്രാമ അശ്ശഇരിയ, പോയറ്റിക് ഡ്രാമയുടെ പ്രാരംഭം. രണ്ട് തരത്തിൽ നമുക്ക് ഡ്രാമകളെ വേർതിരിക്കാം. ഒന്ന് ഗദ്യ നാടകങ്ങൾ, മറ്റൊന്ന് പദ്യ നാടകങ്ങൾ. ഈ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് പദ്യ നാടകങ്ങളെ കുറിച്ചാണ്, പോയറ്റിക് ഡ്രാമകളെ കുറിച്ചാണ്. ഓക്കെ, ഈ യൂണിറ്റിൽ പ്രധാനമായും വരുന്ന ഭാഗങ്ങൾ: ഫസ്റ്റ്, തഅരീഫുൽ മസ്റഹിയ്യ അശ്ശഇരിയ, പോയറ്റിക് ഡ്രാമയുടെ ഡെഫിനിഷൻ. അനാസിറുൽ മസ്റഹിയ്യ അശ്ശഇരിയ, പോയറ്റിക് ഡ്രാമയുടെ ഉൻസുറുകൾ, ഘടകങ്ങൾ, എലമെന്റ്സുകൾ. അതുപോലെ പോയറ്റിക് ഡ്രാമയും പ്രോസ് ഡ്രാമയും തമ്മിലുള്ള ഡിഫറൻസുകൾ. അൽ ഫർഖു ബൈനൽ മസ്റഹിയ്യ ശഇരിയ വൽ മസ്റഹിയ്യ നസ്രിയ. അതുപോലെ അറബ് പോയറ്റിക് ഡ്രാമയുടെ വളർച്ച. അതുപോലെ തന്നെ അറബിക് പോയറ്റിക് ഡ്രാമയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായി തഅരീഫുൽ മസ്റഹിയ്യ അശ്ശഇരിയ. തഅരീഫുൽ മസ്റഹിയ്യ അശ്ശഇരിയ, പോയറ്റിക് ഡ്രാമയുടെ ഡെഫിനിഷൻ. ഹിയ നൗഉം മിനൽ മസ്റഹ് തുക്തബു ഫീഹിൽ ഹിവാറാത്ത് ബിഉസ്ലൂബിൻ ശഇരിയ്യിൻ മൗസൂനുൻ മുഖഫ ഔ ഗൈർ മുഖഫ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. പോയറ്റിക് ഡ്രാമ എന്ന് പറഞ്ഞാൽ ഹിയ നൗഉം മിനൽ മസ്റഹ്, അത് നാടകത്തിന്റെ ഒരു ഇനമാണ്. തുക്തബു ഫീഹിൽ ഹിവാറാത്ത്, അതിൽ സംഭാഷണങ്ങൾ എഴുതപ്പെടുന്നു. ബി ഉസ്ലൂബിൻ ശഇരിയ്യിൻ, കവിതയുടെ രൂപത്തിലാണ് എഴുതപ്പെടുക. അപ്പൊ കവിതയുടെ രൂപത്തിൽ സംഭാഷണങ്ങൾ എഴുതപ്പെടുന്ന നാടകത്തിനാണ് പോയറ്റിക് ഡ്രാമ അൽ മസ്റഹിയ്യ അശ്ശഇരിയ എന്ന് പറയുന്നത്. അത് തന്നെ മൗസൂനായിട്ട്, വസിനൊപ്പിച്ചതായിട്ട് വരാം. മുഖഫ, കാഫിയ ഒപ്പിച്ചതായിട്ട് വരാം. ഔ ഗൈർ മുഖഫ, അല്ലെങ്കിൽ കാഫിയ ഒപ്പിക്കപ്പെടാത്തതായിട്ടും വരാം. ഓക്കെ, മൗസൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹറുകൾ, അറബിയിലുള്ള കവിതയുടെ ബഹറുകളൊക്കെ ഒപ്പിക്കപ്പെട്ടതായിട്ട്, കാഫിയ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരങ്ങൾ യോജിച്ചു കൊണ്ടുവരിക. അങ്ങനെ മുഖഫയായിട്ടും ഗൈർ മുഖഫയായിട്ടൊക്കെ വരാം. എന്തായാലും ശരി, തഹ്തവി അല നഫ്സി അനാസുരിൽ മസ്റഹിയ്യ അൻ നസ്രിയ്യ, ഗദ്യ നാടകത്തിന്റെ അതേ എലമെന്റ്സ് തന്നെയാണ് പദ്യ നാടകങ്ങൾക്കും ഉള്ളത്. അതായത് അൽ അർദ്, മറ്റൊന്ന് അൽ ഉഖ്ദ, മറ്റൊന്ന് അൽ ഹൽ. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ അൽ ഫർഖുൽ അസാസി ഫിൽ മസ്റഹിയ്യ അശ്ശഇരിയ അൽ ഹിവാർ ഷിഅർ. പോയറ്റിക് ഡ്രാമകളിലെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അൽ ഹിവാറു ഷിഅർ, അതിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? പദ്യമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഫിൽ മസ്റഹിയ്യ നസ്രിയ, ഗദ്യ നാടകത്തിലാണെങ്കിലോ അൽ ഹിവാറു നസ്റുൻ, അതിലുള്ള കോൺവെർസേഷനുകൾ, സംഭാഷണങ്ങൾ, കഥാപാത്രങ്ങൾക്കിടയിലുള്ള സംഭാഷണങ്ങൾ ഗദ്യവുമായിരിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. ഇനി തുഅറഫു അയ്ളൻ ബി അസ്മാ മിസ്ല അദ്റാമ ശഇരിയ വിശ്ശിഅർ ദ്രാമി. അതുപോലെ തന്നെ മസ്റഹിയ്യ ശൈലിയുടെ മറ്റു പേരുകളാണ് ദ്രാമ ശൈലിയ അല്ലെങ്കിൽ അശ്ശിഅർ ദ്രാമി, ഇങ്ങനെയൊക്കെ അതിന് പേര് പറയാറുണ്ട്. യുംകിനുൽ ജംഉ ബൈന അശ്ശിഅരി വന്നസ്ർ ഫീ നഫ്സിൽ മസ്റഹിയ്യ അഹ്യാൻ. ഇനി ചില സമയങ്ങളിൽ ഒരേ നാടകത്തിൽ തന്നെ ഗദ്യവും പദ്യവും മിക്സഡ് ആയിട്ട് എന്താവാറുണ്ട്, വരാറ് ഉണ്ട്. ഓക്കെ, ഇനി അനാസിറുൽ മസ്റഹിയ്യ അശ്ശഇരിയ, പദ്യ നാടകത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? അൽ അർദ്, പ്രസന്റേഷൻ. നമ്മൾ സാധാരണ നമ്മൾ പഠിച്ച പോലെ തന്നെ അൽ അർദ്, പ്രസന്റേഷൻ. തഖ്ദീം ഷഖ്സിയാത്ത് വൽ മകാൻ വസ്സമാൻ, കഥാപാത്രങ്ങളെയും മക്കാനും സമാനൊക്കെ പ്രസന്റ് ചെയ്യുക, അതാണ് അൽ അർദ്. അൽ ഉഖ്ദ, ഉഖ്ദ എന്ന് പറഞ്ഞാൽ ഏതൊരു നാടകത്തിനും, അതിന് ഏത് നോവലാണെങ്കിലും ശരി, അതിനൊരു കേന്ദ്ര പ്രോബ്ലം ഉണ്ടായിരിക്കും, ഒരു കോൺഫ്ലിക്റ്റ്.
ആണ് അൽ മുഷ്കില ഔ സിറാ ഉർ റഈസി ഫിൽ മസ്രഹിയ. ആ നാടകത്തിലെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ്, ആ കഥാപാത്രങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നത്തെക്കുറിച്ച് ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ആ നാടകം മുന്നോട്ട് പോവുക. പിന്നെ ലാസ്റ്റ് അൽ ഹൽ, അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്, ആ പ്രശ്നം ലാസ്റ്റ് ഒരു എന്തായിട്ടാണ് അത് പര്യവസാനിക്കുന്നത്. അത്വരീഖ അല്ലതി തുഹല്ലു ബിഹൽ അഹ്ദാസ് ഫിൻ നിഹായ, അവസാനം ആ നാടകത്തിലെ ആ സംഭവങ്ങൾ എങ്ങനെയാണ് പര്യവസാനിപ്പിക്കപ്പെടുന്നത്, ഇതാണ് അൽ ഹൽ. അപ്പോൾ ഇതാണ് മസ്രഹിയ ശൈലിയുടെ അനാസിറുകൾ ഏതെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് അൽ അറള്, അൽ ഉഖ്ദ, അൽ ഹൽ. ഓക്കെ. അടുത്തത് ഖസാഇസുൽ മസ്രഹിയ അശ്ശൈരിയ, പദ്യ നാടകങ്ങളുടെ പ്രത്യേകതകൾ, പോയറ്റിക് ഡ്രാമയുടെ പ്രത്യേകതകളാണ്. നമുക്കറിയാം, പോയറ്റിക് ഡ്രാമ എന്ന് പറഞ്ഞാൽ തന്നെ അതിലുള്ള കോൺവെർസേഷൻ പദ്യരൂപത്തിലാണ്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തന്നെ അല്ലുഗ അൽ മൂസിഖിയ, ഒരു മ്യൂസിക്കൽ ലാംഗ്വേജ് അതിനുണ്ടായിരിക്കും, ഒരു താളാത്മകത അതിനുണ്ടായിരിക്കും, അല്ലേ. ഇസ്തിഖ്ദാമു ലുഗത്തിൻ ജമീല വറാഖിയ, വളരെ മനോഹരമായ ഭാഷയായിരിക്കും അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. തതമയ്യസു ബിഈഖാഇൻ മൂസിഖിയ്യിൻ യജ്അലുൽ ഹിവാറ അശ്ബഹ ബിഅഗ്നിയ, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കൺവെർസേഷൻ അത് പാട്ടുകളോട് സമാനമായിരിക്കും, അത്രമേൽ താളാത്മകതയിലായിരിക്കും അതിലെ സംഭാഷണങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ഒരു പ്രത്യേകത അസ്സുവർ വ തശ്ബീഹാത്ത്. അസ്സുവർ വ തശ്ബീഹാത്ത് എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ, അതുപോലെ അതിലുള്ള ഉപമകൾ. الاعتماد على أوصاف قوية وتشبيهات خلابة لنقل المشاهد إلى عوالم وأزمنة مختلفة. ഇത് കേൾക്കുന്ന ശ്രോതാവിനെ വ്യത്യസ്തമായ ലോകത്തേക്കും വ്യത്യസ്തമായ കാലങ്ങളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള മനോഹരമായ ഉപമകളും വിശേഷണങ്ങളൊക്കെ, ഇമേജറികളൊക്കെയാണ് ഈ മസ്രഹിയ ശൈലിയിൽ ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ ഒരു പ്രത്യേകത അൽ മശാഇറുൽ ഖവിയ, സ്ട്രോങ് ഇമോഷൻസ്, സ്ട്രോങ് ആയിട്ടുള്ള വൈകാരികതകൾ. തർക്കീസുൻ കബീറുൻ അലൽ മശാഇരിൽ ഖവിയ വസ്സാദിഖ, സത്യസന്ധവും വളരെ ശക്തവുമായ ഇമോഷനുകളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് മസ്രഹിയ ശൈലിയിൽ. ഏതുപോലെ സ്നേഹം, ദുഃഖം, സന്തോഷം, ദേഷ്യം പോലുള്ള കാര്യങ്ങളൊക്കെ ഈ മസ്രഹിയ ശൈലിയിൽ ഉണ്ടായിരിക്കും. അതൊരു പ്രത്യേകതയായിട്ട് ഇവിടെ എണ്ണിയിട്ടുണ്ട്. നാലാമത്തെ ഒരു പ്രത്യേകത അൽ മൗദൂഅത്തുൽ അമീഖ, മസ്രഹിയ ശൈലിയിലുള്ള തീമുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആഴത്തിലുള്ള വിഷയങ്ങളായിരിക്കും. മുനാഖശത്തു ഖവായ ഇൻസാനിയ വൽ ഫൽസഫിയ മുഹിമ്മ, പ്രധാനപ്പെട്ട ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുക. തുസീറു തഫ്കീറ വ തുലാമിസു വിജ്ദാനുൽ മുശാഹിദ്, ശ്രോതാവിൻ്റെ വൈകാരികതയെ സ്പർശിക്കുന്ന, ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് മസ്രഹിയ ശൈലിയുടെ വിഷയങ്ങളായി ഉണ്ടാവാറുള്ളത്. ഇനി അൽ ഫർഖു ബൈനൽ മസ്രഹിയ ശിഅരിയ വൽ മസ്രഹിയ നസ്രിയ, ഗദ്യനാടകവും പദ്യനാടകവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു 4-5 ഡിഫറൻസുകളാണ് ഇവിടെ പറയുന്നത്. ഇത് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നാവും. മസ്രഹിയ നസ്രിയ തുസ്തഖ്ദമു നസ്റു വൽ ലുഗ അൽ ആദിയ, സാധാരണ ലാംഗ്വേജ് ആണ്, പിന്നെ ഗദ്യമാണ് മസ്രഹിയ നസ്രിയയിൽ ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ മസ്രഹിയ ശിഅരിയയിലേക്ക് വരുമ്പോഴോ തുസ്തഖ്ദമുൽ അബിയാത്തു ശിഅരിയ വൽ ഖാഫിയ വൽ ഈഖാ, നല്ല ബൈത്തുകൾ, അതുപോലെ കാഫിയകൾ, നല്ല താളാത്മകതയുള്ള വരികൾ, ഇതൊക്കെയാണ് മസ്രഹിയ ശൈലിയിൽ ഉപയോഗിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു ഡിഫറൻസ് ഉസ്ലൂബുൻ സഹ്ലുൻ വവാദിഹുൻ ലിത്തഅബീർ അനിൽ അഹ്ദാസി വശഖ്സിയാത്ത്, മസ്രഹിയ നസ്രിയയിൽ ഗദ്യനാടകത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പമായിട്ടുള്ള, വളരെ വ്യക്തതയുള്ള ഒരു ശൈലിയാണ് ഉണ്ടാവുക. സംഭവങ്ങളെക്കുറിച്ചും അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ വളരെ സിമ്പിളായിട്ടാണ് അവതരിപ്പിക്കുക. എന്നാൽ മസ്രഹിയ ശൈലിയിലെ ലാംഗ്വേജ് അത്ര സിമ്പിളായിരിക്കില്ല. ലുഗത്തുൻ ഫഖ്മ, വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലാംഗ്വേജാണ് മസ്രഹിയ ശൈലി. നമുക്കറിയാം, കവിതകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനൊന്നും കഴിയൂലല്ലോ. അപ്പോൾ അതിലുള്ള ലാംഗ്വേജ് കുറച്ച് കട്ടിയുള്ളതായിരിക്കും. മലിഅത്തുൻ ബിത്തഅബീരി അൽ മജാസിയ വസ്സുവരിൽ ബലാഗിയ, ബലാഗിയായ സൂറത്തുകൾ, മജാസിയായ തഅബീറുകൾ, ഇതുകൊണ്ടൊക്കെ സമ്പന്നമായിരിക്കും മസ്രഹിയ ശൈലിയ. മൂന്നാമത്തെ ഒരു ഡിഫറൻസ് തഹ്ദിഫു ലിതഖ്ദീമി സൂറത്തിൻ വാഖിഇയ്യ അനിൽ ഹയാത്തി വൽ മുജ്തമഅ, സമൂഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും റിയലിസ്റ്റിക് ആയ ഒരു ചിത്രത്തെ സമർപ്പിക്കാനാണ് മസ്രഹിയ നസ്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ
മസ്രഹിയ ഷിഅരിയയോ തുറക്കിസു അല തഅബീരിൽ ആതിഫി വൽ ഫന്നി അൽ അമീഖ്, ആഴത്തിലുള്ള കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള എക്സ്പ്രഷനുകൾക്കാണ് ഫോക്കസ് കൊടുക്കുന്നത് മസ്രഹിയ ഷിഅരിയ. അതായത് വൈകാരികതകൾക്കാണ് കൂടുതലൊരു പ്രാധാന്യം മസ്രഹിയ ഷിഅരിയ. എന്നാൽ മസ്രഹിയ നസ്രിയയിൽ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാം. ഓക്കെ. അക്സർ ഹുദിയ ഫി ശക്ൽ വഖദ് തകൂനു തവീലത്തുൽ ഫിഖറാത്ത്. ഈ മസ്രഹിയ നസ്രിയയിൽ അതിൻ്റെ ശൈലിയിലും രൂപത്തിലൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. അതായത് ചിലപ്പോൾ അത് നീളം കുറഞ്ഞതാവാം, ചിലപ്പോൾ അത് മസ്രഹിയാത്ത് വളരെ ദൈർഘ്യമേറിയതാവാം, അതിലുള്ള സെൻറ്റൻസുകൾ പാരഗ്രാഫുകളൊക്കെ നീളം കുറഞ്ഞതും നീളം കൂടിയതൊക്കെ ആവാം. എന്നാൽ മസ്രഹിയ ഷിഅരിയയിലേക്ക് വരുമ്പോൾ ഗാലിബൻ തുഖ്സമു ഇല മഷാഹിദ് വ അബിയാത്ത് ഔ മഖാത്തി ഷിഅരിയ. മിക്കപ്പോഴും മസ്രഹിയ ഷിഅരിയയിൽ ചില രംഗങ്ങൾ അല്ലെങ്കിൽ ചില ബൈത്തുകൾ അല്ലെങ്കിൽ ചില ബൈത്തുകളുടെ കഷ്ണങ്ങൾ, ചില ക്ലിപ്പുകളൊക്കെയാണ് മസ്രഹിയ ഷിഅരിയയിൽ ഉണ്ടാവുക. മസ്രഹിയ നസ്രിയയിൽ അത് ഷാഇയത്തുൻ ഫിൽ മസ്രഹിൽ ഹദീസ്, ആധുനിക നാടകത്തിൽ വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്നതാണ് മസ്രഹിയ നസ്രിയ എന്നുള്ളത്. എന്നാൽ മസ്രഹിയ ഷിഅരിയ ജുദൂറുഹ തഊദു ഇലൽ മസ്രഹിൽ ഇഗ്രീഖി വറൂമാനി, ഗ്രീക്ക് റോമൻ നാടകങ്ങളിലേക്കാണ് മസ്രഹിയ ഷിഅരിയയുടെ വേരുകൾ ചെന്നെത്തുന്നത്. അതായത് അതിൻ്റെ അടിത്തറ കിടക്കുന്നത്, അസിൽ കിടക്കുന്നത് ഗ്രീക്ക് റോമൻ നാടകങ്ങളിലാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് മസ്രഹിയ ഷിഅരിയയും മസ്രഹിയ നസ്രിയയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. ഓക്കെ. ഇനി നശ്അത്തുൽ മസ്രഹിയ അശ്ശിഅരിയ അൽ അറബിയ, അറബ് പോയറ്റിക് ഡ്രാമയുടെ തുടക്കവും വളർച്ചയുമാണ് പറയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷം ചോദ്യം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തതവ്വുറു അൽ മസ്രഹിയ അശ്ശിഅരിയ അൽ അറബിയെക്കുറിച്ച് മക്കാല എഴുതാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുക. ഫിൽ ഹഖീഖ അന്ന നശ്അത്തൽ ഫന്നിൽ മസ്രഹി നഫ്സഹു ഫിൽ ആലം കാനത് ശിഅരിയ ഖാലിസ ബിമാന അന്നഹു ബദഅ കതഖൂസിൻ ദീനിയ ഫിൽ മുനാസബാത്ത് അൽ മുഅയ്യന. യഥാർത്ഥത്തിൽ ഈ നാടകകല എന്ന് പറയുന്നത് തന്നെ അത് ലോകത്ത് ആദ്യമായി ഉദയം ചെയ്യുന്നത് തന്നെ തനി കവിതയുടെ രൂപത്തിലായിരുന്നു. അതായത് മതപരമായ ഒരു ആചാരങ്ങളായിട്ടാണ് ഈ നാടകം ഉടലെടുക്കുന്നത്. പ്രത്യേകമായ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന മതപരമായിട്ടുള്ള ആചാരമായിട്ടാണ് ഈ നാടകം ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. അൽ ബിദായ ഇൻദൽ യുനാൻ വ റൂമാൻ, ഈ മസ്രഹിയ ഷിഅരിയയുടെ തുടക്കം ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിലാണ് ആദ്യമായിട്ട് ഇതുണ്ടായത്. അൽ മസ്രഹിയ ഷിഅരിയ ബദഅത് ഇൻദൽ യുനാനിയീൻ അൽ ഖുദമ, പ്രാചീന ഗ്രീക്കുകാരുടെ അടുത്താണ് ആദ്യമായി ഇത് തുടക്കം കുറിക്കുന്നത്. ഹൈസു കാനൽ അർളുൽ മസ്രഹി ജുസ്അൻ മിൻ തുഖൂസിൻ ദീനിയ, അത് അവരുടെ മതപരമായ ആചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ഈ നാടക അവതരണത്തെ അവർ കണ്ടിരുന്നത്. യതഖല്ലലുൽ ഗിനാഉൽ ജിമാഇ അൽ മഅറൂഫ് ബിൽ കോറസ്, ഈ നാടകങ്ങളുടെ ഇടയിൽ അവർ സംഘമായിട്ട് പാട്ട് പാടാറുണ്ടായിരുന്നു. ആ പാട്ടിന് അൽ കോറസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മജ്മഅത്തുൻ തുഗന്നി വ തുഅല്ലിഖു അൽ അഹ്ദാസ്, ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പാട്ട് പാടുന്നു, അങ്ങനെ അതിലുള്ള സംഭവങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു മതപരമായിട്ടുള്ള ആചാരം, അതിൻ്റെ ഇടയിൽ കുറച്ച് പാട്ടുകൾ, കൂട്ടം കൂടിയിട്ടുള്ള പാട്ടുകൾ, ഇതൊക്കെയാണ് ഗ്രീക്കുകാരുടെ അടുത്തുണ്ടായിരുന്ന പഴയകാല നാടകത്തിൻ്റെ രൂപം. സുമന്തഖല ഹാദൽ ഫൻ ഇല റൂമാൻ, പിന്നീട് ഈ ഒരു കല ആരിലേക്ക് പോയി? ഇല റൂമാൻ, റോമക്കാരിലേക്ക് എന്തായി പോയി? അല്ലദീന തബന്നൗഹു വകതബു മസ്രഹിയാത്തിൻ ഷിഅരിയ ഐദൻ, അങ്ങനെ അവരും എന്തായി? തബന്നൗഹു, അതിനെ അവർ സ്വീകരിക്കുകയും വകതബു മസ്രഹിയാത്തിൻ ഷിഅരിയ ഐദ, അവരും ഈ മസ്രഹിയ ഷിഅരിയകൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് ഗ്രീക്ക് റോമൻ സംസ്കാരത്തിലാണ് ഈ മസ്രഹിയ ഷിഅരിയ ഉത്ഭവിക്കുന്നത്. അതിനുശേഷം അസ്റുൻ നഹ്ള വരുന്നു. അസ്റുൻ നഹ്ള എന്ന് പറയുമ്പോൾ 15-16 നൂറ്റാണ്ടുകളാണ്. അതുപോലെ അസ്റു റൊമാൻസിയ, റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു കാലം വരുന്നുണ്ട്. അതായത് 18-19 നൂറ്റാണ്ടുകൾ. ബഅദ ഖുറൂനിൻ ജാഅ അൽ ഔറബിയ്യൂന ഫി അസ്റിൻ നഹ്ള, നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ യൂറോപ്പുകാർ വരുന്നു. വഹ്തമു ബി ഇഹ്യാഇ തുറാസിൽ യുനാനി വ റൂമാനി, അങ്ങനെ യൂറോപ്പുകാരാണ് പഴയകാലത്തെ ഗ്രീക്ക് റോമൻ സംസ്കാരത്തൊക്കെ ഒന്ന് പുനർജീവിപ്പിക്കാൻ അവർ കൂടുതൽ താല്പര്യം കാണിക്കുകയും അങ്ങനെ ഫകതബു അൽ മസ്രഹിയാത്ത് ബിൽ ഉസ്ലൂബി ഷിഅരി അൽ ജമീൽ, യൂറോപ്പുകാർ അങ്ങനെ പഴയ ഗ്രീക്ക് റോമൻ ശൈലിയിലുള്ള
നാടകങ്ങൾ, കവിതാരൂപത്തിലുള്ള കവിതാ ശൈലിയിലുള്ള നാടകങ്ങൾ എന്താവാൻ തുടങ്ങി, രചിക്കാൻ തുടങ്ങി. അൽ മൗസൂൻ വൽ മുഖഫാഹിയാൻ, ചില സമയങ്ങളിൽ വസനൊക്കെ ഒപ്പിച്ച്, ചില സമയത്ത് കാഫിയൊക്കെ ഒപ്പിച്ച് കണ്ടുള്ള നാടകങ്ങൾ അവർ രചിക്കാൻ തുടങ്ങി. എന്നാൽ വഫി അസ്രി റൊമാൻസിയ ഐലൻ, റൊമാൻറ്റിസിസത്തിൻ്റെ കാലഘട്ടം, അതായത് 18-19 നൂറ്റാണ്ടുകളിൽ ഇസ്തമറു ഫി ഇസ്തിഖ്ദാമി ശിഅരിൽ മസ്റഹി ലിത്തഅബീരി അനിൽ ഹബ്ബി വൽ മശാഇരിൽ അമീഖ, അവർ ഈ പദ്യ നാടകങ്ങൾ അവരുടെ സ്നേഹത്തെയും ആഴത്തിലുള്ള വൈകാരികതകളെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ലാക്കിന്നഹ തറാജഅത് ഫി ഔറൂബ മഅ നിഹായത്തിൽ ഖർനി الثامن عشر ബിസബബി ളുഹൂരിൽ മസ്റഹി അൽ വാഖിഇ അസ്സാഖിർ. എന്നാൽ ഏകദേശം 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യമായപ്പോഴേക്ക് യൂറോപ്പിൽ ഈ മസ്റഹിയ ശൈലിയ പതിയെ പതിയെ അസ്തമിക്കാൻ തുടങ്ങി. എന്താണ് ഇതിൻ്റെ കാരണം? ബിസബബി ളുഹൂരി അൽ മസ്റഹി അൽ വാഖിഇ അസ്സാഖിർ, അല്ലേ? ഈ പരിഹാസ രൂപത്തിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകങ്ങൾ ഉടലെടുത്തതോടുകൂടി യൂറോപ്പിൽ മസ്റഹിയ ശൈലിയുടെ പ്രാധാന്യം എന്താവാൻ തുടങ്ങി, കുറഞ്ഞ് കുറഞ്ഞ് വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡ്രാമ വാഖിഇ വസാഖിറ എന്ന് അതിൻ്റെ ഉത്ഭവം അതാണ് പറയുന്നത്. ളുഹൂർ ഡ്രാമ അൽ വാഖിഇ വസാഖിറ മഅ തതവ്വുരിൽ മുജ്തമഇൽ യൂറോപ്പി, യൂറോപ്യൻ സമൂഹം പുരോഗതി പ്രാപിച്ചതോടുകൂടി അസ്ബഹ അന്നാസു യുരീദൂന മസ്റഹൻ അഖറബ ഇലാ ഹയാതിഹിമുൽ യൗമിയ, അപ്പോൾ യൂറോപ്പുകാർ അവരുടെ ഡെയിലി ലൈഫുമായി, അവരുടെ നിത്യജീവിതവുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നാടകങ്ങൾ രചിക്കാൻ അവർ ഉദ്ദേശിച്ചു. പഴയ കാലത്തുള്ള ഗ്രീക്ക്, റോമൻ നാടകങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവരുടേതായിട്ടുള്ള ഒരു രൂപത്തിൽ, അവർക്ക് കൂടുതൽ അനുയോജ്യമായ രൂപത്തിലുള്ള നാടകങ്ങൾ രചിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ലിഹാദ ലഹറൽ മസ്റഹുൽ വാഖിഇ, അങ്ങനെയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. എന്താ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ യുഅക്കിസു മശാക്കിൽ മുജ്തമഇ വൽ ഇൻസാൻ ലാദി, സാധാരണ ജനങ്ങളുടെയും സമൂഹത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന, റിഫ്ലക്റ്റ് ചെയ്യുന്ന നാടകങ്ങൾക്കാണ് അൽ മസ്റഹുൽ വാഖിഇ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൽ മസ്റഹുസ് സാഖിർ, പരിഹാസ രൂപത്തിലുള്ള നാടകങ്ങൾക്കും തുടക്കം കുറിക്കാൻ അവർ തീരുമാനിച്ചു. അതായത് അല്ലദി യുൽഹിഖുൻ നാസ വയുക്ഷിഫു ഉയൂബൽ മുജ്തമ, സമൂഹത്തിൻ്റെ ന്യൂനതകളെ പുറത്തു കൊണ്ടുവരുന്ന, ജനങ്ങളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള പരിഹാസ രൂപത്തിലുള്ള നാടകങ്ങൾ എന്തായി കൊണ്ടുവരാം, ഹാസ്യ രൂപത്തിലുള്ള നാടകങ്ങൾ അവർ എഴുതാൻ തുടങ്ങി. അതോടുകൂടി തറാജു ഉശ്ഇൽ മസ്റഹി, നേരത്തെ പറഞ്ഞതുപോലെ ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹാസ്യ രൂപത്തിലുള്ള നാടകങ്ങളുടെ വരവോടുകൂടി മസ്റഹിയ ഷിഇരിയ, അതായത് പദ്യ നാടകങ്ങൾ പിന്നോട്ട് പോവാൻ തുടങ്ങി. തറാജ, അത് പിൻവലിയാൻ തുടങ്ങി. ലഅന്ന ശിഅറ ബദാ റസ്മിയൻ വമുതറഫിയൻ അൻ ലുഗത്തിൻ നാസിൽ ആദിയ, കാരണം ഈ കവിത എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ലാംഗ്വേജിനെ തൊട്ട് ഒന്നുകൂടി ഒന്ന് ഉയർന്നു നിൽക്കുന്നതാണ്. പെട്ടെന്ന് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ കഴിയണമെന്ന് ഇല്ല. ബദ അൽ മസ്റഹു ശിഅരി ഫഖദ ജാദബിയ്യതുഹു ഇൻദൻ നാസ്, ഈ റിയലിസ്റ്റിക് നാടകങ്ങളുടെ വരവോടുകൂടി മസ്റഹിയ ശൈലിയുടെ ആകർഷണീയത ജനങ്ങളുടെ അടുത്ത് കുറഞ്ഞു കുറഞ്ഞു വരികയും നിഹായത്തിൽ ഖർനി സാമിന ആശർ തഖരീബൻ, ഏകദേശം 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യമായപ്പോഴേക്കും അസ്ബഹൽ മസ്റഹുൻ നസ്രി ഹുവൽ മുസൈത്തിർ, ഗദ്യ നാടകങ്ങൾ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അതുവരെ ഒരു പദ്യനാടകങ്ങൾക്കുണ്ടായിരുന്ന സ്വീകാര്യത നഷ്ടപ്പെടുകയും ഗദ്യ നാടകങ്ങൾക്ക് കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ പ്രിയോറിറ്റി ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബൈനമാ തറാജ അൽ മസ്റഹു ശിഅരി ഫി യൂറോപ്പ്, യൂറോപ്പിൽ മസ്റഹു ശിഅരി പിന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇനി നഷ്അത്തുൽ മസ്റഹിയ ശിഅരിയ അൽ അറബിയ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് പൊതുവിൽ മസ്റഹിയ ശൈലിയുടെ ഒരു ചരിത്രമാണ്. ഇനി അറബ് ലോകത്ത് മസ്റഹിയ ശൈലിയുടെ വളർച്ചയാണ് പറയുന്നത്. ഇതും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. നഷ്അത്തുൽ മസ്റഹിയ ശൈലിയ അൽ അറബിയ, അറബ് മസ്റഹിയ ശൈലിയുടെ വളർച്ച. أما في الأدب العربي فقد كان الشعر وسيلة للتعبير عن القصص والمشاعر منذ الجاهلية مثل المعلقات. നമുക്കറിയാവുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള ഒരു 150 വർഷമാണ് ജാഹിലിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ കഥകൾ, അവരുടെ വൈകാരികതകളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ട് അന്നുണ്ടായിരുന്നത് കവിതയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതി, അന്ന് പ്രധാനമായിട്ടും കവിതയാണ് ഉണ്ടായിരുന്നത്. لكن المسرحية الشعرية الحديثة دخلت مع النهضة في القرن التاسع عشر
മുതഅസ്സിറത്തുൻ ബിൽ ഗർബ്. ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള മസ്റഹിയ്യ ശഅരിയ, അതായത് പദ്യനാടകങ്ങൾ അറബ് ലോകത്തേക്ക് പ്രവേശിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ വെസ്റ്റേൺ കൾച്ചറുമായി അതിൻ്റെ ഒരു സ്വാധീനത്തിലാണ് അറബ് ലോകത്തേക്ക് മസ്റഹിയ്യ ശൈലികൾ കടന്നു വരുന്നത്. ആദ്യമായിട്ട് ഈ മസ്റഹിയ്യ ശൈലിയ അറബിയിൽ എഴുതുന്നത് ഖലീൽ അൽ യാസിജി എന്ന് പറയുന്ന ആളാണ്. കണ്ടില്ലേ, കതബ ഖലീൽ അൽ യാസിജി അവല മസ്റഹിയ്യ ശഅരിയ അറബിയ ആം 1876. 1876 നോട്ട് ചെയ്ത് നോക്കുക. ഖലീൽ യാസിജിയാണ് ആദ്യമായി മസ്റഹിയ്യ ശഅരിയ അറബിയ എഴുതുന്നത്. ثم برز അഹ്മദ് ഷൗഖി ബിവസ്ഫിഹി റായിദ ഹാദൽ ഫൻ. പിന്നീട് ഖലീൽ യാസിജിക്ക് ശേഷം അഹ്മദ് ഷൗഖി വളരെ മികവ് പുലർത്തുകയും ഈ മേഖലയിൽ അതിൻ്റെ ഒരു ഫാദറായിട്ട് മസ്റഹിയ്യ ശൈലിയുടെ ഒരു റായിദ് പര്യവേക്ഷകനായി അറിയപ്പെടുന്ന രൂപത്തിൽ അഹ്മദ് ഷൗഖി സുപ്പീരിയോറിറ്റി കാണിക്കുകയും ചെയ്തു. വതബിഅഹു അസീസ് അബാല ഉമർ അബൂരിഷ. അവർക്ക് പിന്നെ അഹ്മദ് ഷൗക്കിക്ക് ശേഷം അസീസ് അബാല വരുന്നു, ഉമർ അബൂരിഷ വരുന്നു. ഇവരൊക്കെ അല്ലദീന മസ്സലു മർഹലത്ത ജിയാദ. ഇവരൊക്കെയാണ് ഈ മസ്റഹിയ്യ ശൈലിയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളുകൾ. പിന്നീട് ജാഅ ബഅദഹും ജീൽ തജ്ദീദ് മഅ അലി അഹ്മദ് ബാക്കസീർ വഅബ്ദുറഹ്മാൻ അശ്ശർഖാവി ഹൈസു ഇസ്തഖ്ദമു ശിഅറ തഫ്ഈല ബദലൻ മിനൽ അമൂദ്. അങ്ങനെ അതിനുശേഷം ഒരു ഇന്നവേഷൻ്റെ തലമുറ കടന്നു വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നോക്കണം, പഴയ കാലം മുതൽ തന്നെ കവിത രൂപത്തിലാണ് പിന്നെ അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്നത്. അവരുടെ മശാഇറുകളും ഖിസസുകളൊക്കെ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്നത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യൻ സംസ്കാരവുമായി സ്വാധീനിച്ചുകൊണ്ടാണ് അറബ് ലോകത്തേക്ക് ആദ്യമായി മസ്റഹിയ്യ ശൈലിയ കടന്നു വരുന്നത് ഖലീൽ യാസിജിയുടെ കരങ്ങളിലൂടെ 1876. അതിനുശേഷം അഹമ്മദ് ഷൗഖി, അസീസ് അബാല, ഉമർ അബൂരിഷക്ക് വരും. ഇവർക്ക് ശേഷം ഒരു ഇന്നവേഷൻ്റെ കാലഘട്ടം വരുന്നുണ്ട്. അതായത് ഒരു പുതുമ വരുന്ന രൂപത്തിലുള്ള ഒരു തലമുറ കടന്നു വരുന്നു. അത് ആരോട് കൂടെയാണ് കടന്നു വരുന്നത്? അലി അഹമ്മദ് ബാക്കസീർ അബ്ദുറഹ്മാൻ ഷർഖാവി. ഇവരുടെ കൂടെയാണ് ജീലു തജ്ദീദ്, ഒരു ഇന്നവേഷൻ്റെ തലമുറ കടന്നു വരുന്നത്. ഹൈസു ഇസ്തഖ്ദമു ശിഅറ തഫ്ഈല. അവര് ശിഅറ തഫ്ഈലയാണ് ഉപയോഗിച്ചത്. ശിഅറ തഫ്ഈല എന്ന് പറഞ്ഞാൽ ഫ്രീ വേഴ്സ് കവിതകൾ, സ്വതന്ത്രമായിട്ട് എഴുതുന്ന, സ്വതന്ത്രമായി നിയമങ്ങളൊന്നുമില്ലാതെ ബഹറും വസനൊന്നുമില്ലാതെ സ്വതന്ത്രമായിട്ട് എഴുതുന്ന ഫ്രീ വേഴ്സ് ആയിട്ടുള്ള കവിതകളാണ് അവർ ഉപയോഗിച്ചത്. ബദലൻ മിനൽ അമൂദ്. ട്രഡീഷണൽ ആയിട്ടുള്ള പ്രാസ ഒപ്പിച്ചിട്ടുള്ള കവിതകൾക്ക് പകരം അവർ ഷെയർ തഫ്ഈലകൾ ഉപയോഗിക്കാൻ തുടങ്ങി. വഅദ്ഖലു സിറാഅ അൽ വാഖഇ. അങ്ങനെ അവർ റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, പ്രോബ്ലംസുകൾ നാടകങ്ങളിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. സുമ്മ തജഹത് ഇലൽ ഫൽസഫ വർ റംസിയ. പിന്നീട് അത് ഫിലോസഫിയിലേക്കും സിംബോളിസത്തിലേക്കൊക്കെ കടന്നുപോയി. സലാഹ് അബ്ദുൽ സബൂർ മൊയ്ൻ ബസീസു. സലാഹ് അബ്ദുൽ സബൂറിൻ്റെയും മൊയ്ൻ ബസീസുവിൻ്റെ ഒക്കെ വരവോടുകൂടി അത് ഫിലോസഫിയിലേക്കും റംസിയയിലേക്കും കടന്നുപോയി. അപ്പോൾ ഈ ഒരു 3 ഘട്ടങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൻ്റെ ചോദ്യം കണ്ടിട്ടുണ്ട്. അറബ് ലോകത്ത് മസ്റഹിയ്യ ശൈലിയുടെ 3 ഘട്ടങ്ങൾ, ഹൽക്കാത്തുകൾ ഏതൊക്കെയായിരുന്നു? അപ്പോൾ ഇതാണ് എഴുതേണ്ടത്. ഫസ്റ്റ്, ഈ 19-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യരുമായി ഇമ്പാക്റ്റ് ആയിക്കൊണ്ട്, പാശ്ചാത്യരിൽ സ്വാധീനമായിക്കൊണ്ട് ഖലീൽ യാസിജി ആദ്യം തുടക്കം കുറിച്ചു. അഹമ്മദ് ഷൗഖി, അസീസ് അബാല, ഉമർ അബൂരിഷ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ജീൽ തജ്ദീദ് വരുന്നു. അലി അഹമ്മദ് ബാക്കസീറിൻ്റെയും അബ്ദുറഹ്മാൻ ഷർഖാവിയുടെയും നേതൃത്വത്തിൽ അവർ ഷെയർ തഫ്ഈലുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് അതാണ് ഫിലോസഫിയും സിംബോളിസൊക്കെ കടന്നു വരുന്നു. സലാഹ് അബ്ദുൽ സബൂറിൻ്റെയും മൊയ്ൻ ബസീസുവിൻ്റെ ഒക്കെ വരവോടുകൂടി. ولا يزال هذا النوع من المسرح موجودا اليوم مع شعراء كبار في العصر الحديث. ആധുനിക ലോകത്തുള്ള വലിയ കവികളോടുകൂടെ ഇന്നും ഈ ഒരു മസ്റഹിയ്യ ശൈലി ഇതേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. മിസ്ല അഡോണീസ്, മഹ്മൂദ് ദർവേഷിനെ പോലുള്ള ആധുനികമായ കവികളിലൂടെ ഐഡന്റിറ്റി പ്രോബ്ലംസിനെ എക്സ്പ്രസ് ചെയ്യാൻ, വൽമൻഫ, അതുപോലെ തന്നെ പ്രവാസത്തെക്കുറിച്ച്, വന്നിലാൽ, പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന മസ്റഹിയ്യ ശൈലികൾ ഇന്നും നമുക്ക് അവൈലബിൾ ആണ്. വലാ തസാൽ മസ്റഹിയ്യ ശൈലിയ തുക്തബു വതുഅറള ഹത്ത അൽയൗം. അതെന്നെ പറഞ്ഞ് ഇപ്പോഴും അത് എഴുതപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ മസ്റഹിയ്യ ശൈലിയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അഅ്ലാമുൽ മസ്റഹിയ്യ ശൈലിയ അൽ അറബിയ. അറബ്
പദ്യനാടകത്തിലെ പ്രധാനപ്പെട്ട അഴലാം വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഖലീൽ അൽ യാസിജി, നേരത്തെ നമ്മൾ പറഞ്ഞു 1876 അദ്ദേഹമാണ് ആദ്യമായി മസ്രഹിയ ഷഇരിയ അറബിയ രചിക്കുന്നത്. അതിൻ്റെ പേര് അൽ മുറൂഅത്ത് വൽ വഫാ എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഖലീൽ യാസിജി വരുന്ന ഈ കാലഘട്ടം അഹമ്മദ് ഷൗക്കിയുടെ മുമ്പുള്ള കാലഘട്ടമാണ്. അതാണ് അൽ മർഹല അൽ ഊല, അതായത് 1876 മുതൽ 1927 വരെയുള്ള ഒരു കാലഘട്ടം. ഖലീൽ യാസിജി ആദ്യമായിട്ട് മസ്രഹിയ ഷെയ്രിയ അറബി എഴുതുന്നു അൽ മുറൂഅത്ത് വൽ വഫ എന്ന പേരിൽ. 1876 ആദ്യമായിട്ട് അത് മസ്രഹ് ബൈറൂത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അത് അവതരിപ്പിക്കപ്പെടുന്നു. 1888 അദ്ദേഹം ഈ ഒരു നാടകം രചിക്കാനുണ്ടായ അദ്ദേഹത്തിന് പ്രചോദനമായ ചരിത്രത്തിൽ നിന്നാണ്. ഇൻസിജാമൻ മഅ ഹറക്കത്ത് ഇഹ്യാ ഉൽ അദബിൽ അറബി, ഹറക്കത്ത് ഇഹ്യാ ഉൽ അദബിൽ അറബി എന്ന ഒരു സംഘടനയുമായി യോജിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നാടകം അവതരിപ്പിക്കുന്നത്. ഫി തിൽക്കൽ ഫിത്ര അല്ലതി റക്കസത് അല ഇസ്തിൽഹാമിൽ അംജാദിൽ മാദിയ, കഴിഞ്ഞുപോയ പ്രപിതാക്കന്മാരുടെ മഹത്വങ്ങളൊക്കെ കൂടുതൽ പുനർജീവിപ്പിക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് ഹറക്കത്ത് ഇഹ്യാ ഉൽ അദബിൽ അറബി. അവരുമായി സംയോജിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നാടകം എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം ഒരുപാട് നാടകകൃത്തുകൾ കടന്നു വരുന്നു. മുഹമ്മദ് ഉസ്മാൻ ജലാൽ, അബു ഖലീൽ അൽ ഖബ്ബാനി, അബ്ദുല്ലാഹിൽ ബുസ്താനി, സുലൈമാൻ അൽ ബുസ്താനിയെ പോലുള്ള ഒരുപാട് നാടക എഴുത്തുകാർ കടന്നു വരുന്നു. പിന്നീട് അഹമ്മദ് ഷൗക്കിയുടെ കാലഘട്ടമാണ്. അപ്പോൾ ആദ്യം ഖലീൽ യാസിജിയാണ് ഈ മേഖലയിൽ കടന്നു വന്ന ആള്. പിന്നീടാണ് ഈ മേഖലയെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയ, ഇതിൻ്റെ റാഇദുൽ മസ്രഹിയ അശ്ശഇരിയ എന്നൊക്കെ അറിയപ്പെടുന്ന അഹമ്മദ് ഷൗക്കിയുടെ കാലഘട്ടം വരുന്നത്. അതായത് അൽ മർഹല അസ്സാനിയ. അഹമ്മദ് ഷൗക്കി ഈ ഒരു മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി എണ്ണപ്പെടുന്നു. ജഅ്മഅ ബൈനൽ മൽഹാത്തി വൽ മഅ്സാത്ത്, അദ്ദേഹം കോമഡിയും ട്രാജഡിയും മിക്സ് ചെയ്തിട്ടാണ്, അത് രണ്ടും അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. മൽഹാത്ത് എന്ന കോമഡി, മഅ്സാത്ത് എന്ന ട്രാജഡി, കൊമേദിയ വ ട്രാജഡിയ അങ്ങനെയും എഴുതാൻ പറ്റുട്ടോ. വദമജൽ ഗിനാഅ ബിന്നസ്ൽ മസ്രഹി, മസ്രഹിയത്തിൻ്റെ ടെക്സ്റ്റിൽ അദ്ദേഹം പാട്ടുകൾ കൂടി എന്താക്കി ഇടകലർത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഈ നാടക എഴുത്തിലൂടെയുള്ള പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഇഹ്യാഉർ റൂഹിൽ ഖൗമിയ്യ അൽ മിസ്രിയ വതംജീദു താരീഖിഹ, ഈജിപ്തിൻ്റെ ഈജിപ്ഷ്യൻ ദേശീയതയെ പുനർജീവിപ്പിക്കുകയും അതിൻ്റെ ചരിത്രത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് പറയുന്നത്. അദ്ദേഹം 6 മസ്രഹിയ ഷൈരിയകൾ എഴുതിയിട്ടുണ്ട്. മസ്റഉ ക്ലിയോപാത്ര, ഖംബീസ്, അലിബക് അൽ കബീർ, മജ്നൂൻ ലൈല, അൻതറ, അസ്സിത്തു ഹുദ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ പറയുന്നു. നഖുൽ മസ്രഹിയ ഷൈരിയ മിൻ ദുഅ്ഫിൽ ബിദായാത്ത് ഇലാ ഖുവ്വത്തി ശിഅ്രി റസീൻ, വളരെ വീക്കായി നിന്നിരുന്ന മസ്രഹിയ ഷൈരിയയെ ഏറ്റവും സ്ട്രോങ് ആയ കലയിലേക്ക് കൊണ്ടുപോകുന്നതിൽ അഹമ്മദ് ഷൗക്കി വലിയ പങ്ക് വഹിച്ചു എന്ന് പറയുന്നു. പിന്നീട് അഹമ്മദ് ഷൗക്കിക്ക് ശേഷം അസീസ് അബാദ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം സാറ അല ഖുത്ത അഹമ്മദ് ഷൗക്കിയുടെ അതേ ചവിട്ടടികളിലൂടെയാണ് അദ്ദേഹം കടന്നു പോയത്. വതഅസ്സറ ബിൽ മസ്റഹിൽ ക്ലാസിക്കൽ നാടകങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ആകൃഷ്ടനായത്. ഇഖ്താറ മൗളൂആതിഹി മിനത് താരീഖ്, അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് ചരിത്രത്തിൽ നിന്നായിരുന്നു. വറക്കസ അലൽ ആമിലിൻ നഫ്സി, സൈക്കോളജിക്ക് അദ്ദേഹം കൂടുതൽ, ആമിൽ നഫ്സി എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തു. വൽ മബ്ദഇൽ അഖ്ലാഖി, മോറൽ പ്രിൻസിപ്പിളുകൾക്ക് കൂടുതൽ അദ്ദേഹം പ്രയോറിറ്റി കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ കതബ സമാനിയ മസ്രഹിയ താരിഖിയ, 8 ചരിത്ര നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഖൈസ് വലുബ്ന, അൽ അബാസ, നാസിർ, അതുപോലെ തന്നെ ഷജറത്തുദ്ദുർ, ഉറൂബുൽ ഉന്ദുലുസ്, ഷഹറിയാർ, ഖാഫിലത്തുന്നൂർ, ഖൈസർ. ആധുനികമായ രൂപത്തിലുള്ള 2 നാടകങ്ങൾ കൂടി അദ്ദേഹം എഴുതി. ഔറാഖുൽ ഖരീഫ്, സഹറ. അദ്ദേഹത്തിൻ്റെ ശൈലി ഇസ്തഖ്ദമ നഫ്സ അദവാത് ശൈലിൽ ഗിനായി അല്ലതി ഇസ്തഖ്ദമഹ ഷൗക്കി ഉപയോഗിച്ച അതേ മസ്രഹിയ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹവും എന്തായിരുന്നത്, നാടകങ്ങൾ എഴുതിയിരുന്നത്. പിന്നീട് ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച മറ്റൊരു
നാടകകൃത്താണ് ഉമർ അബൂരിഷ. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം മിൻ അവാഇലി മൻ കതബുൽ മസ്രഹിയ ഷെയ്രിയ ഫിൽ അസ്റിൽ ഹദീസ്. ആധുനിക കാലഘട്ടത്തിൽ മസ്രഹിയ ഷെയ്രിയക്ക് തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട ഒരാളാണ് ഉമർ അബൂരിഷ. അദ്ദേഹത്തിന്റെ കൃതികളാണ് ദീഖാർ, മഹ്കമത്തുശ് ശുഅറ, തൂഫാൻ, താജ് മഹൽ, ഓബ്രിയത്ത് ആദാബ്, സെമീറാമീസ് എന്നുള്ള കൃതികളൊക്കെ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക, നോട്ട് ചെയ്യുക. ഇവരെക്കുറിച്ചൊക്കെ എഴുതാൻ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. മറ്റൊരാളാണ് അലി അഹമ്മദ് ബാക്കസീർ. അദ്ഖല തത്വീറാത്തിൻ മുഹിമ്മ അൽ മസ്രഹിയ ഷെയ്രിയ. മസ്രഹിയ ഷെയ്രിയയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവന്ന, കൂടുതൽ പുരോഗതികൾ കൊണ്ടുവന്ന ഒരാളാണ് അലി അഹമ്മദ് ബാക്കസീർ. ജഅൽ ഔസാൻ ഷെയ്രിയ അക്സറ മുറൂനത്തൻ ലിതനാസുബിൽ ഹിവാർ അൽ മസ്രഹി. ഈ വസനുകളൊക്കെ, കവിതയുടെ വസനുകളൊക്കെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കി മാറ്റുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇഖ്നാത്തൂൻ, വനഫർതീത്തി, റോമിയോ വജൂലിയറ്റ് എന്നുള്ളതൊക്കെ. അദ്ദേഹത്തിന്റെ ശൈലി ജറബ അഷ്കാലൻ ജദീദ ഫിൽ കിതാബത്തിൽ മസ്രഹിയ. നാടകമെഴുത്തിൽ അദ്ദേഹം പുതിയ ചില രൂപങ്ങൾ പരിചയപ്പെടുത്തി. ഇസ്തഖ്ദമ ശിഅറ തഫ്ഇല, ഫ്രീ വേഴ്സ് കവിതകളാണ് നാടകത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ബദലുൽ വസ്നി തഖീദ്, ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കവിതകൾക്ക് പകരം അദ്ദേഹം ഫ്രീ വേഴ്സ് ആയിട്ടുള്ള കവിതകളാണ് ഈ നാടകത്തിൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ മിമ്മ അതാഹ ഹുജ്ജിയത്തൻ അക്ബറ ഫി തഅബീർ, ഈ നാടക എഴുത്തിൽ കൂടുതൽ അത് സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. മറ്റൊരു നാടകകൃത്താണ് അബ്ദുറഹ്മാൻ ഷർഖാവി എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ സ്ഥാനം അഹദ് റുവാദിൽ മസ്രഹിയ ഷെയ്രിയ അൽ അറബിയ. മസ്രഹിയ ഷെയ്രിയ അറബിയുടെ പര്യവേക്ഷകരിൽ ഒരാളായി എണ്ണപ്പെടുന്ന ഒരാളാണ്. ഹൈസു ഖദ്ദമ അഅ്മാൽ മസ്രഹിയ അമീഖ സാഹമത് ഫി തത്വീരി ഹാദൽ ഫൻ ബിശക്ലിൻ കബീർ. ഈ ഒരു കലയെ കൂടുതൽ പുരോഗതിപ്പെടുത്തുന്നതിൽ വലിയ സംഭാവന ചെയ്ത ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മഅ്സാത്തുൻ ജമീല, അൽ ഫത മിഹ്റാൻ, സഅറുള്ള, വത്തനി ഒക്കെ, സലാഹുദ്ദീൻ വൻ നസ്റുൽ അഹ്മർ പോലുള്ള അദ്ദേഹത്തിന്റെ കൃതികൾ. ഓക്കെ. പിന്നീട് വന്ന മറ്റൊരാളാണ് സലാഹ് അബ്ദുസ് സബ്ബൂർ. ഇവരെ പറ്റിയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അവരുടെ കൃതികൾ, അവരുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഹഖഖൽ മസ്രഹിയ ഷെയ്രിയ ദറജത്തൻ ആലിയ മിനൽ നുദൂജി അലാ യദൈഹി. മസ്രഹിയ ഷെയ്രിയ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലേക്ക് ഉയരുന്നത് സലാഹ് അബ്ദുസ് സബ്ബൂറിന്റെ കരങ്ങളിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകത എന്താണ്? ഇഹ്തമ ബിൽ അഹ്ലാം അർറുആ അത്തതല്ലു ഇലൽ മുസ്തഖ്ബൽ. അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് സ്വപ്നങ്ങൾക്ക്, കാഴ്ചപ്പാടുകൾക്ക്, ഭാവിയിലേക്കുള്ള നോട്ടങ്ങൾക്ക്, ഇതൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. മറ്റൊരു പ്രത്യേകത ജമഅ ബൈനൽ മഅരിഫത്തിൽ അമീഖ ബിത്തുറാത്തിൽ അറബി വൽ ഇസ്ലാമി വത്തഅസ്സുർ ബി അഫ്കാരിൽ മസ്രഹിൽ ആലമി. ഇസ്ലാമിക അറബ് സംസ്കാരത്തെ, പൈതൃകത്തെ ലോക നാടക ചിന്തകളുമായി, അതിൻ്റെ സ്വാധീനങ്ങളുമായി മിക്സ് ചെയ്തു എന്നുള്ളതാണ്. അതായത് കേവലം ഒരു ഇസ്ലാമിക് കൾച്ചറിൽ ഒതുങ്ങാതെ ലോകതലത്തിൽ തന്നെ നാടകത്തിൻ്റെ ചിന്തകളിൽ അദ്ദേഹം ആകർഷനായി അത് രണ്ടും മിക്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത ഇംതലക മൗഹിബതൻ ശഅരിയ ഫരീദ. സലാഹ് അബ്ദുസ് സബൂർ കവിതയിൽ വളരെ അതുല്യമായൊരു ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ടാണ് ജഅലത് അഅ്മാലുഹു അലാമതൻ മുഹിമ്മതൻ ഫി താരീഖിൽ മസ്റഹ്. നാടക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അടയാളമായി അദ്ദേഹത്തിന്റെ കൃതികൾ വരാനുള്ള കാരണം അദ്ദേഹത്തിന് കവിതയിൽ നല്ല കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് മഅ്സാത്തുൽ ഹല്ലാജ്, ലൈല വൽ മജ്നൂൻ, മുസാഫിറുൽ ലൈല, അമീറ തൻതദിർ ബഅദ അൻ യമൂതൽ മലിക് എന്നുള്ളതൊക്കെ. ഓക്കെ. പിന്നീട് മറ്റൊരാളാണ് മുഹമ്മദ് അലി അൽ ഖഫാജി എന്ന് പറയുന്ന ആൾ. ഷാഇറുൻ വകാതിബുൻ മസ്രഹിയുൻ ഇറാഖിയുൻ. ഇറാഖി നാടകകൃത്താണ്, കവിയാണ്, എഴുത്തുകാരനാണ്. മിൻ അബ്റസി ഉദബാഇ ശിഅറിൽ മസ്രഹി അൽ അറബി അൽ ഹദീസ്. ആധുനിക അറബ് പദ്യനാടകത്തിലെ സാഹിത്യകാരന്മാരിൽ പ്രമുഖരിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. അലൽ മുസ്തവൽ ഇറാഖി വൽ ആലമിൽ അറബി. ലോകാടിസ്ഥാനത്തിലും ഇറാഖിലും ഒക്കെ ഒരുപാട് പ്രൈസുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. തുർജിമത് ബഅദു അഅ്മാലിഹിൽ ഇൻജിലീസിയ, അൽമാനിയ, ഫറൻസിയ, കുർദിയ, തുർക്കിയ, ഈ ഭാഷകളിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി ഇസ്തഖ്ദമ ശിഅറ അൽ മസ്റഹി ലിതനാവുലി മൗളൂആത്തിൻ ഇൻസാനിയ വവത്തനിയ. ദേശീയവും മാനുഷികവുമായ വിഷയങ്ങളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മസ്രഹിയ ഷെയ്രിയകൾ എഴുതിയിരുന്നത്. ജമഅ ബൈനൽ ജമാലിൽ ഫന്നി വജിസാലത്തിൽ ഫിക്രിയ ഫി മസ്രഹിയാത്തിഹി. അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ അദ്ദേഹം ചിന്താപരമായ സന്ദേശത്തെയും
ആ കലാപരമായ സൗന്ദര്യത്തെയും പരസ്പരം മിക്സ് ചെയ്തിരുന്നു എന്നുള്ളതുമാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ആളുകളെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് ബിദായത്തു ഡ്രാമ ഷെറിയ, പദ്യനാടകത്തിൻ്റെ തുടക്കം, അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ അനാസറുകൾ പറഞ്ഞു, ഗദ്യ നാടകവും പദ്യനാടകവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ പറഞ്ഞു, അറബ് ലോകത്തെ പദ്യനാടകത്തിൻ്റെ തുടക്കവും വളർച്ചയും വികാസവും പറഞ്ഞു. അതിൽ പ്രധാന പങ്കുവഹിച്ച പ്രധാനപ്പെട്ട ആളുകൾ ഖലീൽ യാസജി, പിന്നീട് അതിൻ്റെ പര്യവേക്ഷകനായി അറിയപ്പെട്ട അഹമ്മദ് ഷൗഖി, അതിൻ്റെ ശേഷം വന്ന അസീസ് അബാദ, അബുജി ഷാലി, അഹമ്മദ് ബാക്കസീർ, അബ്ദുറഹ്മാൻ ഷർഖാവി, സുബൂർ മൊയ്ൻ ബസീസു, മുഹമ്മദ് അലി ഖഫാജി, ഇവരെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.